ഹായ് ഓൾ, വെൽക്കം ടു PSC വോയേജ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ചലച്ചിത്ര പുരസ്കാരങ്ങളാണ്. ആദ്യത്തേത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളാണ്. 2023 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? പൃഥ്വിരാജിനാണ്. മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? പൃഥ്വിരാജിനാണ്. ആടുജീവിതം എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനാണ് പൃഥ്വിരാജിന് പുരസ്കാരം ലഭിച്ചത്. പൃഥ്വിരാജിൻ്റെ മൂന്നാമത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡാണിത്. മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് 2 പേർക്കാണ്. ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന് ഉർവശിക്കും, അതുപോലെ തന്നെ തടവ് എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന് ബീന ആർ ചന്ദ്രനും അവാർഡ് പങ്കിട്ടു. അപ്പോൾ മികച്ച നടിക്കുള്ള അവാർഡ് 2 പേർക്കാണ്. ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന് ഉർവശിക്കും, അതുപോലെ തന്നെ തടവ് എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിന് ബീന ആർ ചന്ദ്രനും മികച്ച നടിക്കുള്ള അവാർഡ് കരസ്ഥമാക്കി. ഉർവശിയുടെ 6ാമത്തെ നാഷണൽ സ്റ്റേറ്റ് അവാർഡാണിത്. ഉർവശിയുടെ 6ാമത്തെ സ്റ്റേറ്റ് അവാർഡാണിത്. മികച്ച സംവിധായകൻ ബ്ലസ്സിയാണ്. ആടുജീവിതം എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനായിട്ടുള്ള ബ്ലസ്സിയാണ് മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പം മികച്ച നടൻ ആരാണ്? പൃഥ്വിരാജാണ്. മികച്ച നടി 2 പേരാണ്, ഉർവശിയും അതുപോലെ തന്നെ ബീന ആർ ചന്ദ്രനും. ഉർവശിക്ക് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനും അതുപോലെ തന്നെ ബീന ആർ ചന്ദ്രന് തടവ് എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനുമാണ് അവാർഡ് ലഭിച്ചത്. മികച്ച സംവിധായകൻ ആരാണ്? ബ്ലസ്സിയാണ്. ആടുജീവിതം എന്ന് പറയുന്ന സിനിമയ്ക്കാണ് അവാർഡ് ലഭിച്ചത്. അടുത്തത് മികച്ച സിനിമ. മികച്ച സിനിമ ഏതാണ്? കാതൽ ദി കോറാണ്. മികച്ച സിനിമ ഏതാണ്? കാതൽ ദി കോറാണ്. മമ്മൂട്ടി നിർമ്മിച്ച് ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ ദി കോർ എന്ന് പറയുന്നതാണ് മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച ജനപ്രിയ ചിത്രം ഏതാണ്? ആടുജീവിതമാണ്. മികച്ച ജനപ്രിയ ചിത്രം ഏതാണ്? ആടുജീവിതമാണ്. മികച്ച കലാമേന്മയുള്ള ചിത്രം ആടുജീവിതമാണ്. മികച്ച അവലംബിത തിരക്കഥാകൃത്ത് ആരാണ്? ബ്ലസ്സിയാണ്. മികച്ച അവലംബിത തിരക്കഥാകൃത്ത് ആരാണ്? ബ്ലസ്സിയാണ്. അതുപോലെ തന്നെ മികച്ച ഛായാഗ്രാഹകൻ ആരാണ്? സുനിൽ KS ആണ്. മികച്ച ഛായാഗ്രാഹകൻ സുനിൽ KS ആണ്. മികച്ച ശബ്ദമിശ്രണം റസൂൽ പൂക്കുട്ടി അതുപോലെ തന്നെ ശരത് മോഹൻ. അപ്പോൾ റസൂൽ പൂക്കുട്ടി, ശരത് മോഹനാണ് മികച്ച ശബ്ദമിശ്രണത്തിനുള്ള അവാർഡ് ലഭിച്ചത്. മികച്ച പ്രോസസ്സിംഗ് ലാബ് വൈശാഖ് ശിവഗണേശനാണ് ലഭിച്ചത്. മേക്കപ്പ് ആർക്കാണ്? രഞ്ജിത്ത് അമ്പാടിക്കാണ് മേക്കപ്പിനുള്ള അവാർഡ് ലഭിച്ചത്. അപ്പം മികച്ച സിനിമ ഏതാണ്? കാതൽ ദി കോർ ആണ്. അതുപോലെ തന്നെ മികച്ച ജനപ്രിയ ചിത്രം ഏതാണ്? ആടുജീവിതമാണ്. കലാമേന്മയുള്ള ചിത്രം ഏതാണ്? ആടുജീവിതമാണ്. മികച്ച അവലംബിത തിരക്കഥാകൃത്ത് ആരാണ്? ബ്ലസ്സിയാണ്. മികച്ച ഛായാഗ്രാഹകൻ ആരാണ്? സുനിൽ KS ആണ്. മികച്ച ശബ്ദമിശ്രണം റസൂൽ പൂക്കുറ്റി അതുപോലെ തന്നെ ശരത് മോഹനാണ്. മികച്ച പ്രോസസ്സിംഗ് ലാബ് ആരാണ്? വൈശാഖ് ശിവഗണേശാണ്. മേക്കപ്പ് ആരാണ്? രഞ്ജിത്ത് അമ്പാടിക്കാണ് മേക്കപ്പിനുള്ള അവാർഡ് ലഭിച്ചത്. അടുത്തത് അഭിനയത്തിലെ ജൂറിയുടെ പ്രത്യേക പരാമർശം നേടിയത് ആർ ഗോകുൽ ആടുജീവിതത്തിലെ അഭിനയത്തിന്, അതുപോലെ തന്നെ കൃഷ്ണൻ ജൈവം എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന്, സുധി കോഴിക്കോട് കാതൽ ദ കോർ എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന്. അപ്പോൾ അഭിനയത്തിലെ ജൂറിയുടെ പ്രത്യേക പരാമർശം ലഭിച്ചത് 3 പേർക്കാണ്. ആടുജീവിതത്തിലെ അഭിനയത്തിന് ആർ ഗോകുലിന്, അതുപോലെ തന്നെ ജൈവം എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന് കൃഷ്ണന്, അതുപോലെ തന്നെ കാതൽ ദി കോർ എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന് സുധി കോഴിക്കോടിന്. മികച്ച 2ാമത്തെ ചിത്രം ഏതാണ്? ഇരട്ടയാണ്. മികച്ച 2ാമത്തെ ചിത്രം ഏതാണ്? ഇരട്ടയാണ്. മികച്ച സ്വഭാവ നടൻ ആരാണ്? വിജയരാഘവനാണ്. ചിത്രം പൂക്കാലം. അപ്പോൾ പൂക്കാലം എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സ്വഭാവ നടനായിട്ട് ആരെ തിരഞ്ഞെടുത്തു? വിജയരാഘവനെ. മികച്ച സ്വഭാവ നടി ആരാണ്? ശ്രീഷ്മ ചന്ദ്രനാണ്. പൊമ്പിളൈ ഒരുമ എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന് ശ്രീഷ്മ ചന്ദ്രൻ മികച്ച സ്വഭാവ നടി. അതുപോലെ തന്നെ പ്രത്യേക ജൂറി അവാർഡ് നേടിയ ചിത്രമാണ് ഗഗനചാരി.
പ്രത്യേക ജൂറി അവാർഡ് നേടിയ ചിത്രം ഏതാണ്? ഗഗനചാരിയാണ്. മികച്ച പിന്നണി ഗായകൻ ആരാണ്? വിദ്യാധരൻ മാസ്റ്റർ ആണ് മികച്ച പിന്നണി ഗായകൻ. മികച്ച പിന്നണി ഗായക ആരാണ്? ആൻ ആമിയാണ് മികച്ച പിന്നണി ഗായിക. ആൻ ആമിയാണ് മികച്ച പിന്നണി ഗായിക. മികച്ച പിന്നണി ഗായകൻ ആരാണ്? വിദ്യാധരൻ മാസ്റ്റർ ആണ്. മികച്ച സംഗീത സംവിധായകൻ ആരാണ്? ജസ്റ്റിൻ വർഗീസ് ആണ് മികച്ച സംഗീത സംവിധായകൻ. മികച്ച പശ്ചാത്തല സംഗീതം ആരാണ്? മാത്യൂസ് പുളിക്കനാണ്. അപ്പം മികച്ച പശ്ചാത്തല സംഗീതം ആരാണ്? മാത്യൂസ് പുളിക്കനാണ്. മികച്ച സംഗീത സംവിധായകൻ ആരാണ്? ജസ്റ്റിൻ വർഗീസ് ആണ്. ആൻ ആമിയാണ് മികച്ച ഗായിക. വിദ്യാധരൻ മാസ്റ്റർ മികച്ച ഗായകൻ. അതുപോലെ തന്നെ പ്രത്യേക ജൂറി അവാർഡ് നേടിയ ചിത്രമാണ് ഏത്? ഗഗനചാരി. ഇനി മികച്ച സ്വഭാവ നടി ഏതാണ്? ശ്രീഷ്മ ചന്ദ്രനാണ് പൊമ്പിളൈ ഒരുമ എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിന്. മികച്ച സ്വഭാവ നടൻ ആരാണ്? വിജയരാഘവനാണ് പൂക്കാലം എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിന്. മികച്ച രണ്ടാമത്തെ സിനിമ ഏതാണ്? ഇരട്ടയാണ്. അടുത്തത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ്. 2022 ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് 2024 പ്രഖ്യാപിച്ചത്. എത്രാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ്? 70ാമത്തെയാണ്. അപ്പോൾ 70ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത്. 2024 പ്രഖ്യാപിച്ചത് ഏത് വർഷത്തെ അവാർഡാണ്? 2022 ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ്. മികച്ച നടൻ ആരാണ്? കാന്താര എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടിയാണ് മികച്ച നടൻ. അപ്പം മികച്ച നടൻ ആരാണ്? കാന്താര എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടൻ ഋഷഭ് ഷെട്ടിയാണ്. മികച്ച നടി ഇവിടെയും 2 പേർക്കാണ്. ഒന്ന് തിരുച്ചിട്ടമ്പലം എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന് നിത്യ മേനോനും അതുപോലെ തന്നെ കച്ച് എക്സ്പ്രസ് എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന് മാനസി പരേഖും. മികച്ച നടി ആരാണ്? നിത്യ മേനോൻ തിരുച്ചിട്ടമ്പലം. അതുപോലെ തന്നെ മികച്ച നടി ആരാണ്? മാനസി പരേഖ് കച്ച് എക്സ്പ്രസ്. അപ്പം മികച്ച നടി 2 പേർക്കാണ്, നിത്യ മേനോനും മാനസി പരേഖിനും. മികച്ച സംവിധായകൻ ആരാണ്? ഊൻചായി എന്ന് പറയുന്ന സിനിമയിലെ സംവിധായകനായ സൂരജ് ആർ ബർജാദിയാണ്. അപ്പോൾ സൂരജ് ആർ ബർജാദിയാണ് മികച്ച സംവിധായകൻ. മികച്ച നടൻ ആരാണ്? ഋഷഭ് ഷെട്ടിയാണ്. കാന്താര. മികച്ച നടി തിരുച്ചിട്ടമ്പലത്തിലെ അഭിനയത്തിന് നിത്യ മേനോനും കച്ച് എക്സ്പ്രസ്സിലെ അഭിനയത്തിന് മാനസി പരേഖിനും. അതുപോലെ തന്നെ മികച്ച സംവിധായകൻ ആരാണ്? സൂരജ് ആർ ബാർജാദ്യ. ഊഞ്ചായി എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനാണ്. അടുത്തത് മികച്ച ചിത്രം ഏതാണ്? ആട്ടമാണ്. അപ്പം മികച്ച ചിത്രം ഏതാണ്? ആട്ടമാണ്. ഇനി മികച്ച തിരക്കഥ ആർക്കാണ് അവാർഡ് കിട്ടിയത്? ആനന്ദ് ഏകർഷിക്കാണ്. ആട്ടമാണ് ചിത്രം. അപ്പം മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ആനന്ദ് ഏകർഷിക്കാണ്. മികച്ച മലയാള ചിത്രം ഏതാണ്? സൗദി വെള്ളക്കയാണ് മികച്ച മലയാള ചിത്രം. മികച്ച ബാലതാരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീപദാണ്. മാളികപ്പുറം എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിന് ശ്രീപദാണ് മികച്ച ബാലതാരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചത് സഞ്ജോയ് സലിൽ ചൗധരിക്കാണ്. മികച്ച ചിത്രം ഏതാണ്? ആട്ടമാണ്. അതുപോലെ തന്നെ മികച്ച തിരക്കഥ ആനന്ദ് ഏകർഷിക്കാണ് ആട്ടം എന്ന് പറയുന്ന സിനിമയ്ക്ക്. മികച്ച മലയാള ചിത്രം ഏതാണ്? സൗദി വെള്ളക്കയാണ്. മികച്ച ബാലതാരം ആരാണ്? ശ്രീപദാണ് മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന്. പ്രത്യേക ജൂറി പരാമർശം കിട്ടിയത് ആർക്കാണ്? സഞ്ജോയ് സലിൽ ചൗധരിക്കാണ്. മികച്ച ആനിമേഷൻ ചിത്രം എ കോക്കനട്ട് ട്രീ ആണ് മികച്ച ആനിമേഷൻ ചിത്രം. മികച്ച സഹനടി ആരാണ്? നീന ഗുപ്തയാണ്. ഊഞ്ചായി എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന് നീന ഗുപ്തയാണ് മികച്ച സഹനടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച കന്നഡ ചിത്രം KGF ചാപ്റ്റർ 2. അപ്പോൾ മികച്ച കന്നഡ ചിത്രം ഏതാണ്? KGF ചാപ്റ്റർ 2 ആണ്. മികച്ച സഹനടി ആരാണ്? നീന ഗുപ്തയാണ്. മികച്ച കന്നഡ ചിത്രം ഏതാണ്? KGF ചാപ്റ്റർ 2 ആണ്.
അടുത്തത് മികച്ച സംഗീത സംവിധായകൻ ആരാണ്? പ്രീതമാണ്. പ്രീതം ചക്രബർത്തിയാണ് മികച്ച സംഗീത സംവിധായകൻ. മികച്ച പശ്ചാത്തല സംഗീതം AR റഹ്മാൻ. പൊന്നിൻ സെൽവൻ എന്ന് പറയുന്ന സിനിമയിലെ പശ്ചാത്തല സംഗീതത്തിനാണ് ലഭിച്ചത്. മികച്ച പശ്ചാത്തല സംഗീതം ആർക്കാണ് ലഭിച്ചത്? AR റഹ്മാനാണ്. മികച്ച ഗായകൻ അർജിത് സിംഗിനാണ്. ബ്രഹ്മാസ്ത്ര എന്ന് പറയുന്ന മൂവിയിലെ കേസരിയ എന്ന് പറയുന്ന സോങ്ങിനാണ് അവാർഡ് ലഭിച്ചത്. അപ്പം മികച്ച ഗായകൻ ആരാണ്? അർജിത് സിംഗ് ആണ്. അടുത്തത് മികച്ച ഗായിക ആരാണ്? ബോംബെ ജയശ്രീ ആണ്. സൗദി വെള്ളയ്ക്ക എന്ന് പറയുന്ന സിനിമയിലെ ഗാനത്തിനാണ് ലഭിച്ചത്. മികച്ച സഹനടൻ ആരാണ്? പവൻ രാജ് മൽഹോത്രയാണ്. ഫൗജ എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന് പവൻ രാജ് മൽഹോത്രയാണ് മികച്ച സഹനടൻ. മികച്ച സഹനടി ആരായിരുന്നു? നീന ഗുപ്തയാണ്. മികച്ച ഛായാഗ്രാഹകൻ ആരാണ്? രവി വർമ്മയാണ്. മികച്ച ഛായാഗ്രാഹകൻ ആരാണ്? രവി വർമ്മയാണ്. പൊന്നിൻ സെൽവൻ 1. ഓക്കെ. മികച്ച എഡിറ്റിംഗ് മഹേഷ് ഭുവനേന്ദ്. ആട്ടം. അപ്പോൾ മികച്ച എഡിറ്റിംഗ് ആർക്കാണ്? മഹേഷ് ഭുവനേന്ദ്. ആട്ടം. മികച്ച തമിഴ് ചിത്രം പൊന്നിൻ സെൽവൻ പാർട്ട് 1 ആണ്. അപ്പോൾ മികച്ച സംഗീത സംവിധായകൻ ആരാണ്? പ്രീതം ചക്രബർത്തി. മികച്ച പശ്ചാത്തല സംഗീതം ആരാണ്? AR റഹ്മാൻ. മികച്ച ഗായകൻ ആരാണ്? അർജിത് സിംഗ് ആണ്. മികച്ച ഗായിക ബോംബെ ജയശ്രീ ആണ്. സൗദി വെള്ളയ്ക്ക എന്ന് പറയുന്ന സിനിമയിലെ ഗാനമാണ്. മികച്ച സഹനടനാണ് പവൻ രാജ് മൽഹോത്ര. മികച്ച ഛായാഗ്രാഹകൻ ആരാണ്? രവി വർമ്മ. പൊന്നിൻ സെൽവൻ 1. അതുപോലെ തന്നെ മികച്ച എഡിറ്റിംഗ് മഹേഷ് ഭുവനേന്ദ്. ആട്ടം എന്ന് പറയുന്ന സിനിമയ്ക്ക്. മികച്ച ചിത്രം ഏതാണ്? തമിഴ് ചിത്രം പൊന്നിൻ സെൽവൻ പാർട്ട് 1 ആണ്.